ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണം കൈവശം വെച്ചിരിക്കുന്ന ജനതയാണ് മലയാളികൾ. അതാണ് മലയാളികളുടെ അഹങ്കാരമാണ് സ്വർണ്ണമെന്നും ആപത്ത് സമയത്ത് മലയാളിയെ സഹായിക്കുന്ന ഒരു ഉറ്റ സുഹൃത്താണ് സ്വർണ്ണമെന്നും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാരുടെ വീട്ടിൽ പോലും കുറഞ്ഞത് 10 മുതൽ 50 പവൻ വരെ സ്വർണം സാധാരണമാണ്. ഇത് അതിശയോക്തിയല്ലെന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. നമ്മുടെ സ്വർണത്തിന്റെ വില കുതിച്ചുയർന്നതോടെ ചെറിയൊരു മോഷണം പോലും കള്ളന്മാർക്ക് വലിയ ലാഭമാണ് നൽകുന്നത്. ശരിയല്ലേ? പണ്ടത്തെ പോലെ പ്രാദേശിക കള്ളന്മാരല്ല ഇപ്പോഴത്തെ വില്ലന്മാർ. ആസൂത്രണത്തോടെ പ്രവർത്തിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണൽ ഗാങ്ങുകളാണ് ഇനി കേരളത്തെ ലക്ഷ്യമിടാൻ പോകുന്നത്. ഇവർക്ക് നമ്മുടെ ഭൂപ്രകൃതിയും ഒറ്റപ്പെട്ട വീടുകളും CCTV ഇല്ലാത്ത വഴികളും ഒക്കെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ ചിന്തിക്കുന്നതിലും വിദഗ്ധമായിട്ടാണ് ഇവർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 3 രീതികളാണ് ഇവർക്കുള്ളത്. ഒന്ന്, അവരുടെ നിരീക്ഷണ പാടവമാണ്. ആക്രി പെറുക്കാനോ സാധനങ്ങൾ വിൽക്കാനോ എന്ന വ്യാജന പകൽ സമയങ്ങളിൽ അവർ നമ്മുടെ വീടുകൾ നോക്കി വെക്കുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാർ പലരും ആ സമയത്ത് ജോലി സംബന്ധമായി പുറത്തായിരിക്കും. ആളില്ലാത്ത വീടുകളോ പ്രായമായവർ മാത്രമുള്ള വീടുകളോ ഇവർ പ്രത്യേകം മാർക്ക് ചെയ്യുന്നു. ഇവരിൽ ചില ബിരുദന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചില വീടുകളുടെ മതിലുകളിൽ മേൽ അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ ചോക്കുകൊണ്ട് ഓരോ മാർക്കിങ്ങുകൾ കൊടുക്കും. ഒറ്റപ്പെട്ട വീടുകളും രക്ഷപ്പെടാനുള്ള വഴികളും കണ്ടെത്താൻ വേണ്ടി ഇവർ ഇപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചു തുടങ്ങി. ഗൂഗിൾ മാപ്പ് പോലുള്ള സങ്കേതങ്ങൾ അവർ ഉപയോഗിക്കുന്നു. ആക്രമണ രീതി പലപ്പോഴും ഇങ്ങനെയാണ്. രാത്രികാലങ്ങളിൽ പകൽ കണ്ടുവച്ചിരിക്കുന്ന വീടുകളുടെ ജനൽ കമ്പികൾ അറുത്തുമാറ്റിയോ വാതിൽ തകർത്തോ ഇവരകത്ത് കയറും. എതിർത്താൽ മാരകായുധങ്ങൾ ഉപയോഗിക്കാനോ നമ്മുടെ ജീവൻ തന്നെ എടുക്കാനോ ഇവർ മടിക്കില്ല എന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ കാര്യമാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബാങ്കിൽ വെച്ചാൽ അത് തിരികെ കിട്ടുമോ? ഉത്തരം അതേന്ന് തന്നെയാണ്. വീട്ടിലെ അലമാരയേക്കാൾ 100-1 സുരക്ഷിതമാണ് ബാങ്ക് ലോക്കറുകൾ. പുതിയ RBI നിയമപ്രകാരം ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച, അതായത് തീപിടുത്തം, മോഷണം, കെട്ടിടം തകരൽ മൂലം സ്വർണം നഷ്ടപ്പെട്ടാൽ ലോക്കർ വാടകയുടെ 100 ഇരട്ടി വരെ നഷ്ടപരിഹാരം നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നതിൽ നല്ലത് ബാങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതാണ്. ചിലർക്ക് ബാങ്കിൽ വെക്കുന്നതിന് താല്പര്യമില്ല. അവർക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്നത് അവരുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെക്കുമ്പോഴാണ്. എന്നാൽ വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ ചില കാര്യങ്ങൾ. വീട്ടിൽ തന്നെ സ്വർണം വെക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഇക്കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒന്നാമത്, രഹസ്യ അറകളെ കുറിച്ചാണ്. കിടപ്പുമുറിയിലെ അലമാരിയിലാണ് കൂടുതലും ആളുകൾ സ്വർണ്ണം സൂക്ഷിക്കാറുള്ളത്. ഒരിക്കലും കിടപ്പുമുറിയിലെ അലമാരിയിൽ സ്വർണം വെക്കാതിരിക്കുക. ഒരു കള്ളൻ നിങ്ങളുടെ മുറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം അവൻ തിരിയുന്നത് കിടപ്പുമുറിയിലെ അലമാരിയായിരിക്കും. ആർക്കും പെട്ടെന്ന് ഊഹിക്കാൻ കഴിയാത്ത രഹസ്യ സ്ഥലങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തന്നെ കണ്ടെത്തണം. വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. അതായത് കല്യാണ ആവശ്യങ്ങൾക്കോ മറ്റോ സ്വർണം വാങ്ങിയാൽ അത് നാട്ടുകാരോടും അയൽവാസികളോടും ഒക്കെ കൊട്ടിഘോഷിക്കാതിരിക്കുക. ഇത് മലയാളിയുടെ ഒരു മോശമായ ശീലം തന്നെയാണ്, എല്ലാവരെയും അറിയിക്കുക എന്ന് പറയും. പിന്നീട് വീടിന് ചുറ്റും സെൻസർ ലൈറ്റുകളും ക്വാളിറ്റിയുള്ള CCTV ക്യാമറകളും സ്ഥാപിക്കണം. ഇവിടെ ഓർത്തു പറയേണ്ട മറ്റൊരു വലിയ കാര്യം ഇതാണ്. നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളെ സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ച് നടത്തി അപകടം ക്ഷണിച്ചു വരുത്തുന്ന പ്രവണതയുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ഇത്രയേറെ വില ഉയർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടികളുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇടാതിരിക്കുന്നതാവും അവരുടെ ജീവന് നല്ലത്. ഇനി മറക്കാതിരിക്കേണ്ട മറ്റൊരു സംഗതി ഒരു പോലീസ് ആപ്പിനെ കുറിച്ചാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വീട് പൂട്ടി യാത്ര പോവുകയാണെങ്കിൽ കേരള പോലീസിന്റെ പോൾ ആപ്പ് വഴി വിവരം അറിയിക്കുക. പോലീസ് പട്രോളിംഗ് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് അതുമൂലം നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയും.